മാസം 5-ന് വൈകിട്ട് 3:30-ക്കാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. ചെറുതോണി 56 കോളനിയിൽ താമസിക്കുന്ന കൊച്ചുമലയിൽ അന്നക്കുട്ടി, ചെറുമകൾ ലിയ എന്നിവരാണ് ആക്രമണത്തിനിരയായത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണ് ആക്രമണം നടത്തിയത്. ഇതിനുശേഷം ഇയാൾ കടന്നുകളഞ്ഞു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ രണ്ടുപേരെയും രക്ഷിച്ചത്. അവരവിടെ കിടന്ന് കാർന്ന് കേട്ടോണ്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ആ ഓടി വന്ന സമയത്ത് ആ ചേച്ചി ടീയുമായിട്ട് ഓടി ഇറങ്ങി വരുമായിരുന്നു പെരക്കകത്തുനിന്ന് ഓടി ഇറങ്ങി വന്ന് ഇവിടെ വന്ന് വീണ സമയത്ത് ഞാൻ അവരുടെ നൈറ്റിയും വലിച്ചു കയറി അവരെ രക്ഷിച്ച് അകത്തുനിന്ന് ഒരു ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് പുറത്തിച്ച്. ആ സമയത്ത് ആ ചേച്ചി പറയുക എൻ്റെ കുഞ്ഞകത്ത് കിടപ്പുണ്ട്, പെരക്കകത്തുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പെരക്കകത്ത് കയറി ആ കുഞ്ഞിന്റെ ഉടുപ്പ് ഊരി കുഞ്ഞിനെ രക്ഷിച്ച് വെളിയിൽ കൊണ്ടുപോയിരുന്നു. തൊലി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക ദേഹത്തെ, പൊള്ളി 2.5 വയസ്സാ കുഞ്ഞിന്റെ. അപ്പൊ ഞാൻ ഓടിപ്പോയൊരു ഷാൾ എടുത്തോണ്ട് വന്ന് ആ തുണി കൂട്ടി ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഞാൻ അലറി കാറി വണ്ടി വിളിക്കാൻ പറഞ്ഞു. സംഭവം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പോലീസ് തമിഴ്നാട്ടിൽ പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും പ്രതിയെക്കുറിച്ച് ഇതുവരെയും യാതൊരു തുമ്പുമില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് കാണിച്ച അലംഭാവമാണ് പ്രതിയെ അതിർത്തി കടക്കാൻ സഹായിച്ചത് എന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വരാത്ത ഈ പൊള്ളിയത് മാത്രം തന്നെയല്ല, ഇതിനു മുമ്പ് പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ അറിയിച്ച അവർ വരികയല്ല. ഈ പോലീസുകാർ എന്തുകൊണ്ടാണ് കൈ ഒഴിഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുന്നതിന്റെ കാര്യം എന്താണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകണം. ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവരും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇവര് തീരെ പാവങ്ങളായിട്ടാണോ, ആരും ചോദിക്കാനും പറയാനും ഇല്ലാഞ്ഞിട്ടാണോ, ഇവരുടെ കാര്യത്തിലൊന്നും ഈ ദയനീയമായിട്ട് കുട്ടിയൊക്കെ ആശുപത്രി കിടക്കുന്നു, ഒരാൾ തിരിഞ്ഞു പോലും നോക്കാനുണ്ടായിട്ടില്ല. ആക്രമണത്തിനിരയായ അന്നമ്മയും ലിയയും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ശരീരത്തിൽ 30% പൊള്ളലേറ്റിട്ടുണ്ട്. എന്നാൽ ഏറെ നേരം വിഷപ്പുക ശ്വസിച്ചതാണ് ഇവരുടെ ജീവന് ഭീഷണിയായത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.